അപ്പം ഫസ്റ്റ് നമ്മളെ പ്രയോറിറ്റി ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവ മനസ്സ് നിറവേറ്റണം. നിബന്ധനകളിലൂടെ ഉടമ്പടി നിബന്ധനകൾ എന്താ ചെയ്യേണ്ടത്? നിയോഗം പിന്നീട് വരണതാ. മനസ്സിലായില്ലേ? നിയോഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ IELTS, ജോലി, വീട്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, അതെല്ലാം ആദ്യം വന്നതല്ല. അത് രണ്ടാമത് വരേണ്ടതാണ്. ആദ്യം വന്നത് എന്താ? ദൈവരാജ്യം, നിബന്ധനകളാണ് ആദ്യം നിങ്ങൾ നിറവേറ്റേണ്ടത്. അപ്പം നിബന്ധനകൾ നിറവേറ്റി കഴിയുമ്പോൾ നിയോഗം ചേർത്ത് നൽകണതാ. അതാണ് മത്തായി 6:33. നമുക്കറിയാവില്ല നിയോഗത്തിന് ദൈവം എന്താ ചിന്തിക്കണമെന്ന് അറിയാവോ? നമ്മൾ ദൈവരാജ്യത്തിലായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടണമെന്ന് നിങ്ങൾ ധരിക്കരുത്. ദൈവരാജ്യത്തിൻ്റെ ഉദ്ദേശം ഭൗതിക ആനുകൂല്യമായ ഫിസിക്കൽ ഫേവേഴ്സ് അല്ല, അത് നിത്യതയാണ്. നിത്യത ആദ്യം ഗ്യാരണ്ടി ചെയ്യാൻ പറയണതാണ്. അനുഗ്രഹങ്ങൾ ചേർത്ത് അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ കൺസിഡറേഷൻ ചെയ്യത്തില്ലേ, കോംപ്ലിമെൻ്റ് ചെയ്യത്തില്ലേ? അനുഗ്രഹമൊക്കെ കോംപ്ലിമെൻറ്റാണ്. എന്തെങ്കിലും സാധനം എടുക്കുമ്പോഴേ, ഇപ്പം നമ്മൾ കുറേ ചരക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് തുണിക്കടക്കാരന് എന്തെങ്കിലുമൊക്കെ കോംപ്ലിമെൻ്റ് തരത്തില്ലേ? അതുപോലെ കോംപ്ലിമെൻറ്റിൻ്റെ വില മാത്രമേ അനുഗ്രഹത്തിനുള്ളൂ. ഈ നിബന്ധന പാലിക്കാൻ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം തരാനല്ല, നിത്യ തരാൻ വേണ്ടിയാണ്. നിബന്ധനയും നിത്യതയുമായിട്ടാണ് ബന്ധം. ദീർഘകാലം ജീവിക്കാനല്ലേ നിബന്ധനയും നിത്യതയുമായി. അപ്പം നിത്യതയ്ക്ക് വേണ്ടി അത് ഗ്യാരണ്ടി ചെയ്യാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അത് ഗ്യാരണ്ടി ചെയ്താൽ ഭൗതിക ആനുകൂല്യം ഇവിടെ കഴിയാനുള്ള മാർഗം ദൈവം തരുമെന്നാണ് പറയണത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ, ഈശോ എന്നാ പറഞ്ഞത്? എല്ലാ നല്ല മനുഷ്യരുടെ മേലും ഞാൻ മഴ പെയ്യിക്കും, ഇല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? എല്ലാ നല്ല മനുഷ്യരുടെ മേലും ഞാൻ മഴ പെയ്യിക്കും, അതുപോലെ ചീത്ത മനുഷ്യരുടെ മേലും വന്നു. ആ ചിന്തിക്കേണ്ട കാര്യമാണ്. അനുഗ്രഹത്തിൻ്റെ രീതി കണ്ടില്ലേ? എല്ലാ നല്ല മനുഷ്യരുടെ മേലും എല്ലാ സിസ്റ്ററുടെ മേലും ഞാൻ മഴ പെയ്യിക്കും, അതുപോലെ തന്നെ ദുഷ്ടരുടെ മേലും വന്നു. നീതിയുള്ള എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ സൂര്യനെ ഉദിപ്പിക്കും. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞത്? അതുപോലെ നീതിയില്ലാത്തവരുടെ മേലും വന്നു. അപ്പോൾ എൻ്റെ അർത്ഥം എന്താ? അനുഗ്രഹം അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ മഴ അല്ലെങ്കിൽ മഴയും വെയിലും ഒക്കെ കിട്ടണമെങ്കിൽ നല്ല മനുഷ്യരായിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ദുഷ്ടന്മാർക്കും കൊടുക്കുമെന്ന് അർത്ഥം. അപ്പോൾ ഈ അനുഗ്രഹത്തിന് വല്ല വിലയോ ഉണ്ടാ? മത്തായിയുടെ സുവിശേഷം 5:45 നിങ്ങൾ വായിക്കണം. അതായത് കർത്താവിന് ശേഷം അനുഗ്രഹത്തിന് പച്ചവെള്ളത്തിൻ്റെ പോലും വിലയില്ലാണ്ടായിപ്പോയി. നിങ്ങളിതുപോലെ ഭൗതിക ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ ആശ്രയിക്കരുത്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 15:19 പറയണത്, നിങ്ങൾ ഈ ഭൂമിയിലുള്ള ഈ ലോകത്തുള്ള വസ്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യവാന്മാരാണെന്ന്. ഉടമ്പടി ചെയ്യുന്ന മക്കള് അടിസ്ഥാനപരമായിട്ട് ഉടമ്പടി ആത്യന്തിക ദൈവിക രക്ഷ എന്ന് പറയണത് നിത്യതയാണെന്ന് കരുതിക്കൊണ്ട് വേണം എൻ്റെ മക്കളെ കാര്യങ്ങൾ വിലയിരുത്താൻ. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഉടമ്പടി ചെയ്തിട്ടുള്ള മക്കളെ എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, ഉടമ്പടി ചെയ്തിരിക്കുന്നത് നിത്യത വരെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് മേൽ കൃപയായി സ്വീകരിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ വഴി ഈശോയോട് ഞങ്ങൾ ഉടമ്പടിയ എല്ലാ നിയോഗങ്ങളുടെ മേലും കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, 5:45 ഞാൻ മഴ പെയ്യുന്ന നീതിമാന്മാരുടെ നീതിരഹിതരുടെ മേൽ ഞാൻ സൂര്യനെ ഉദിപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന പാടാം. കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ, കൃപമതിയേ നിൻ കൃപമതിയേ, അളവില്ലാത്ത നിൻ കൃപമതിയേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ദൈവഹിതപ്രകാരം ജീവിതം പുനഃക്രമീകരിച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം പറയും, ദൈവഹിതപ്രകാരം ജീവിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? അയച്ചവനിൽ വിശ്വസിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അയച്ചവൻ ആരാ? ഈശോയിൽ വിശ്വസിച്ച് ഈശോനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ദൈവഹിതപ്രകാരമുള്ള ജീവിതമായി. അങ്ങനെ ജീവിതമായി കഴിഞ്ഞാൽ യോഹന്നാൻ 15:7 പറയും, നിങ്ങൾ എൻ്റെ വാക്ക് നിലനിന്നാൽ, ഇടയ്ക്കും തിരക്കുമല്ല, നിലനിൽക്കണം. അല്ലാതെ ഫെബ്രുവരി മാസത്തിൽ മാത്രം വാക്ക് പാലിക്കുകയും മാർച്ച് മാസത്തിൽ സ്വന്തം കൈയിരിപ്പ് കാണിക്കുകയും ചെയ്ത കർത്താവ് നിങ്ങളെ അളക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ 15:7 ഏറ്റു പറഞ്ഞ്, എൻ്റെ വചനം നിങ്ങളിൽ നിലനിന്നാൽ. അതാണ് നിബന്ധന എന്ന് പറയുന്നത്. ഉടമ്പടി വചനമാണത്. അതിൻ്റെ നിയോഗം എന്താണ്? നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. സമ്പൂർണ്ണ ബൈബിൾ മൊത്തവും ഉടമ്പടിയാ. 331 പ്രാവശ്യമാണ് ഉടമ്പടി എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ പല വാക്കുകളും തനി ഉടമ്പടി വാക്കാണ്. ഉടമ്പടി വാക്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിബന്ധന ഉണ്ടാകും, നിയോഗമുണ്ടാകും. പുതിയ നിയമകാലം വന്നപ്പോൾ അമ്മയും പറഞ്ഞത് എന്താ? ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. അത് ഉടമ്പടിയാ. ദൈവവചനം പാലിക്കാൻ വേണ്ടി അമ്മ സ്വയം സമർപ്പിക്കുകയാണ്. അമ്മ തന്നെ വാഗ്ദാന പേടകമായത് ആ ഒറ്റ വാക്കിലാണ്. ലൂക്കാ 1:38 അനുസരിച്ച് കൊണ്ടാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയെ പോലെ ഈ ഉടമ്പടി കാലത്ത് ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ വചനത്തിന് സാക്ഷിയാകാൻ ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധമ്മ പറഞ്ഞതുപോലെ ഇത് കർത്താവിന്റെ ദാസിയാണ്, അങ്ങ് ആഗ്രഹിക്കുന്നത് എന്നിൽ സംഭവിക്കേണ്ടെന്ന് പറഞ്ഞത് കർത്താവേ, അതുപോലെ ദൈവത്തിരുസന്നതിയില് അമ്മ ചെയ്തതുപോലെ, വാഗ്ദാന പേടകമായ പരിശുദ്ധമ്മ ചെയ്തതുപോലെ ഇത് കർത്താവേ, നിയോഗങ്ങളും നിബന്ധനകളും ദൈവത്തിരുസന്നേറ്റവ് ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാ മക്കളുടെ മേലും കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും സാക്ഷികളാകും. ഇത് നമ്മളെ ഉടമ്പടി നമ്മളെ വ്യത്യസ്തരാക്കും. നിങ്ങളുടെ ബന്ധുക്കളെക്കാൾ നിങ്ങൾ വ്യത്യസ്തരായിരിക്കും. എന്താ കാരണം? മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ പുറപ്പാട് 33:14 അനുസരിച്ച് കൊണ്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ എല്ലാ ജനതകളെക്കാളും വ്യത്യസ്തരായിരിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരിലേക്കും വ്യത്യസ്തരായിട്ട് ജീവിക്കാൻ ഉടമ്പടിയുടെ അഭിഷേക ശക്തി ഇപ്പോൾ നിറയണമേ. എൻ്റെ പേര് റോസ്മി ജോർജ്. ഞാൻ ആലങ്ങാട് സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഏപ്രിൽ 25-ാം തീയതിയാണ്.
ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓസ്ട്രേലിയയിൽ വെച്ചൊരു എക്സാം ഉണ്ടായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പം എനിക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫൈനൽ എക്സാം ആയിരുന്നു. അതൊരു പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു. അപ്പം നമ്മളവിടെ ചെല്ലുന്നു, എക്സാം എഴുതുന്നു. എക്സാം അത്യാവശ്യം നല്ല പാടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ തവണ ആലോചിക്കുമ്പോഴും ഓർക്കുമ്പോഴും അത് ഓരോ തവണ നമ്മൾ ചെയ്ത ഓരോ സ്റ്റേഷനിൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകൾ മാത്രമാണ് അത് ഓർമ്മ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അതിനു മുമ്പ് വരെ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ എക്സാം കഴിഞ്ഞപ്പം ആദ്യം ചെയ്ത് എല്ലാവരോടും പറഞ്ഞു ഭയങ്കര പാടായിരുന്നു, ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പോവാണ്. അതുവരെ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുക്കണമെന്നോ അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷെ മാതാവിനോട് എനിക്ക് നല്ല വിശ്വാസം, നല്ല പ്രാർത്ഥന. കാരണം എൻ്റെ ഇടവകയിൽ മാതാവിൻ്റെ പള്ളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാതാവിനോട് എനിക്ക് നല്ല വിശ്വാസം. പക്ഷേ കൃപാസനം എന്തുകൊണ്ട് കൃപാസനത്തിൽ വന്നെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ ഏപ്രിൽ 2023 ഏപ്രിൽ 22 എക്സാം കഴിഞ്ഞ് 24 നാട്ടിൽ വന്നു. 25 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോഴും എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമോ, ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര നാണക്കേടൊക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി സാധാരണ പോലെ അങ്ങനെ പോവുക. പത്രമൊക്കെ എങ്ങനെയൊക്കെയോ കൊടുത്ത് തീർത്തു. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഈ എക്സാമിനെ കുറിച്ചുള്ള ആദ്യം ഇനി എന്താകും എന്നുള്ളത് ഇങ്ങനെ കൂടിക്കൂടി വരിക. കാരണം നമ്മൾ നല്ലപോലെ ഇനി ആ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ 6 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ് ഒരു ഡേറ്റ് കിട്ടിയത്. ഈ എക്സാമിന് തന്നെ ഇനിയൊരു ഏകദേശം 4 ലക്ഷം രൂപ ചിലവാകുകയും ചെയ്യും എക്സാം ഇനി എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ആദ്യം കൂടി വരുമായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വന്നു. ഇവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു, കുറച്ച് പത്രം വാങ്ങി തിരിച്ചു പോയി. അത് വലിയ നാണക്കേടൊന്നുമില്ലാതെ എല്ലാം കൊടുത്തു തീർത്തു. അത് കഴിഞ്ഞ് തിരിച്ച് ചെന്നിട്ട് എനിക്ക് ഒരു നേർച്ചയുണ്ടായി. അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ വിശേഷവിധിയായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോഴാണ് എനിക്കൊരു നേരത്തെ എപ്പോഴും ഉണ്ടായിരുന്നത്, മുടി വടിക്കാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് നേർന്നിട്ടുണ്ടായിരുന്നു. ആരോടും ചോദിച്ചില്ല, പറഞ്ഞില്ല. അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി മുടി വടിച്ചു, മൊട്ടത്തലയായി. പലതും പറഞ്ഞു. ആ കൊച്ചിന് എന്ത് പറ്റി, കൃപാസനത്തിൽ പോയ ആൾക്കാർക്ക് വട്ടാവോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും എന്നെ അഫക്റ്റ് ചെയ്തതേ ഇല്ല. ഞാൻ എന്തോ അതൊരു നേർച്ച പോലെ ചെയ്തതാന്ന് പറഞ്ഞു. പലരും പറഞ്ഞു അതിനെന്തോ അസുഖമുണ്ട്, അതിനെന്ത് പറ്റിയെന്ന്. എന്നെ ബാക്കിലാണെന്ന് എല്ലാവരും പറയുന്നത്. നേരിട്ട് ചോദിക്കാൻ, കാരണം യങ്ങാണ്, എന്താണ് പറ്റിയേ, പിന്നെ എന്തെങ്കിലും അസുഖമാണോ അല്ല ക്യാൻസർ ആണോ എന്നൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 5 ആഴ്ച ആവാറായി. എക്സാമൊക്കെ കഴിഞ്ഞ് ഉടമ്പടി എടുത്തിട്ട് 5 ആഴ്ചയായി. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി, കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി, രോഗികളെ കാണാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. ആൾക്കാരെന്ത് വിചാരിക്കും. ഒരു തവണ ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരെന്നോട് ഫൈറ്റ് ചെയ്യുക, നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾ ആ പേഷ്യൻസ് അകത്തല്ലേ, പുറത്തേക്ക് പോകുന്നവർക്ക് എന്താ കൊടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ ദൈവമേ ഇത്രയും ആൾക്കാർ ഇത്രയും നീഡി ആയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരു 5 ആഴ്ച ഒരു 4.5 ആഴ്ചയപ്പോഴത്തേനും ഞാൻ പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇവിടെ പിന്നെയും വന്നു. 10 കെട്ട് പത്രം വാങ്ങി തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ബസ് സ്റ്റാൻഡിൽ, ബസ് സ്റ്റോപ്പിൽ, ബസ്സിൽ, ഹോസ്പിറ്റലിൽ അങ്ങനെ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ കൊണ്ടുകിടന്ന് പത്രം കൊടുത്തു. നന്നായിട്ട് പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നത്, ആദ്യം ചോദിക്കുന്നത് എന്ത് പറ്റിയെന്ന്, രണ്ടാമത് ചോദിക്കുന്നത് പോകുകയെന്ന് പറഞ്ഞല്ലോ, എന്നാ പോകുന്നേ, പോയി എന്ന് പറഞ്ഞു കേട്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്താ പോവാത്തേ, എന്താ കിട്ടിയില്ലേ എന്നൊക്കെയാണ്. എക്സാമിൻ്റെ റിസൾട്ട് എല്ലാവരും പറഞ്ഞു, എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. 8 ആഴ്ച കൊണ്ട് വരുന്ന റിസൾട്ട് 5-ാമത്തെ ആഴ്ച അതിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നിട്ട് എനിക്ക് തുറന്നു നോക്കാൻ പേടിയാണ്. തുറന്നു നോക്കി കഴിയുമ്പം എനിക്കറിയത്തില്ല എന്നാ പറയണ്ടതെന്ന്. 10-ൽ 9 ഞാൻ പാസ്സായി. 7 കിട്ടിയാൽ മതിയായിരുന്നു.
എനിക്ക് അവിടെ എന്ന് പറഞ്ഞെങ്കിൽ യാതൊരു റൈറ്റും ഇല്ലാത്ത ആളെ കിട്ടാനായിട്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എക്സാം എഴുതാൻ വന്നേക്കണവർ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഓസ്ട്രേലിയയിൽ പഠിച്ചവർ, ഓസ്ട്രേലിയയിൽ ഈ എക്സാമിന് വേണ്ടി ട്രെയിനിങ് എടുത്തവർ. അതുമാത്രമല്ല 10, 15, 20 വർഷവും ഒക്കെ സ്പെഷ്യാലിറ്റിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എക്സാം എഴുതാൻ വന്നേക്കുന്നത്. അവിടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ലായിരുന്നു. അവരെയൊക്കെ മുമ്പിൽ വെച്ച് ദൈവം എന്നെ അങ്ങ് ഉയർത്തിപ്പിടിച്ചു. ഞാൻ വാവിട്ട് കരയുമായിരുന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഒച്ചയായിട്ട് മമ്മി പേടിച്ച് ഓടി വന്നിട്ട് എന്ത് പറ്റിയെന്തോ, ഞാൻ റിസൾട്ട് അറിഞ്ഞ് മമ്മി പറഞ്ഞ് എന്താ പറയണ്ടതെന്ന് പോലും അറിയത്തില്ല. മമ്മി പറഞ്ഞ് ഞാൻ ജയിച്ചെന്ന് പറയുക. മമ്മി പറഞ്ഞാൽ എനിക്ക് കരയില്ലെന്ന്. ഹസ്ബൻഡിനെ വിളിച്ച് കഴിയുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ വേണ്ട, നീ കരയില്ലേന്ന് പറഞ്ഞപ്പോൾ ഞാൻ പാസ്സായെന്ന് പറഞ്ഞ് ഞാൻ വാവിട്ട് കരയുക. കാരണം വെച്ചാൽ അത്രയും ഓൾറെഡി ഒരു ജോലി റിസൈൻ ചെയ്തിരിക്കണു, ഇതിനു വേണ്ടി തന്നെ ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പുകൾ തുടങ്ങി, പ്രോസസ്സിങ്ങുകൾ. ഓരോ സ്റ്റെപ്പ് പോകുന്നതും തടസ്സങ്ങളുടെ പെരുമഴയാണ്. പക്ഷേ അവിടെയൊക്കെ തളർന്നിങ്ങനെ പോകാതെ മാതാവിങ്ങനെ കൂടെ നടക്കുന്ന പോലെയായിരുന്നു. ഓരോ തടസ്സങ്ങൾ നമ്മൾ പ്രോപ്പർ ചാനലിൽ കൂടെ എടുത്ത ഡോക്യുമെൻ്റ് വരെ അവർ ഇല്ല, അതിൻ്റെ വെരിഫിക്കേഷൻ വന്നപ്പോൾ അവർ ഇല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല, അത് ആരാ ചെയ്തതെന്ന് അറിയത്തില്ല എന്ന് വരെ റിജക്ഷൻ പറഞ്ഞു. പക്ഷേ അത് കറക്റ്റായിട്ട് ശരിയാക്കി തരാനായിട്ട് നമുക്ക് വേണ്ടി തമ്പുരാനായിട്ട് ദൈവമായിട്ട് മാതാവായിട്ട് ഒരാൾ അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർ പോയി സംസാരിച്ച് അത് ഇന്ന ചാനലിൽ കൂടെ ശരിക്കും പറഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത സമയത്ത് അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് ഇല്ലായിരുന്നു, വേറെ ആക്ടിങ് നഴ്സിംഗ് സൂപ്രണ്ടൻ്റാണ് അത് സൈൻ ചെയ്തത്. പക്ഷേ അത് അവർക്ക് അറിയത്തില്ലായിരുന്നു, അവർക്ക് ആ സിഗ്നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം കഴിഞ്ഞു. ജോലി രജിസ്ട്രേഷൻ കംപ്ലീറ്റായി, ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ജോലി കിട്ടി, പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. ഞാൻ ഡിസംബർ 4-ാം തീയതി പോകണം, അവിടെ ജോയിൻ ചെയ്യണം. 3-ാം തീയതി അവിടെ എത്താൻ പാകത്തിന് 2-ാം തീയതി ഇവിടെ നിന്ന് പോകണം. അതിനൊരാഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോട് പറയുക, ഓൺ ബോർഡിംഗ് ആയിട്ട് നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ചെയ്തിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ട് എല്ലാം ചെയ്യാൻ നിൽക്കുമ്പോഴത്തേനും ഒത്തിരി താമസം എടുക്കും. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. നമ്മളതെല്ലാം ഇവിടെ നിന്ന് ചെയ്ത് ഒരു TB ഗോൾഡ് ക്വാണ്ടിഫെറോൺ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് TBയുടെ സ്ക്രീനിങ് ടെസ്റ്റാണ്. അത് ആ ടെസ്റ്റ് മാത്രം പോസിറ്റീവായിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ അത് എല്ലാ രാജ്യത്തും ചെയ്യുന്നതാണ്. ചില സ്ഥലത്ത് എക്സ്റേ ആണ്, ചില സ്ഥലത്ത് ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്വാണ്ടിഫെറോൺ ടെസ്റ്റ് ചെയ്തു. അപ്പം അത് പോസിറ്റീവ് വന്നു. ഒരു കാരണവശാലും അവർ അക്സെപ്റ്റ് ചെയ്തില്ല. ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല. ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് പതറി, ഇനി എന്തെന്ന് അറിയത്തില്ലാതെ. അപ്പം എൻ്റെ ജീവിതപങ്കാളി എന്നോട് പറഞ്ഞു, ടെൻഷനാവല്ലേ, ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരാഴ്ച മുമ്പ് ഡോക്ടറെ കണ്ട് എക്സ്റേ എടുത്തതുണ്ട്, ഡോക്ടറിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് TB ഇല്ല എന്നുള്ളതിൻ്റെ. 1 വർഷം മുമ്പ് നമ്മൾ ഈ സെയിം ടെസ്റ്റ് ചെയ്തതാണ് വിസിറ്റിംഗ് വിസ എടുത്തപ്പം. അതിൻ്റെ നെഗറ്റീവിൻ്റെ റിപ്പോർട്ട് ആദ്യം അത് ട്രിവാൻഡ്രം മിസ്സിലാണ് ആദ്യം അവരോട് റിക്വസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അവർ തരില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവരത് ഇഷ്യൂ ചെയ്തു തന്നു. എന്നിട്ട് ഞാൻ ഈ ടെസ്റ്റ് റിപ്പീറ്റ് കൊടുത്തു. റിപ്പീറ്റ് ടെസ്റ്റ് കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഉടമ്പടി തൈലവും ഉടമ്പടി നേർച്ച വസ്തുക്കളും എല്ലാം ഉപയോഗിച്ച് കാശുരൂപവും കൈ പിടിച്ച് മുറുക്കെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടെസ്റ്റിന് കൊടുത്തു. അവിടെ നിന്ന് തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. കൃപാസനത്തിലേക്ക് വന്നു. ഇവിടെ വന്നു അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ടോക്കൺ എടുക്കാൻ നിന്നു. ദൈവകൃപയാൽ അച്ഛനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എല്ലാ രോഗാണുക്കളും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ശ്വാസകോശം ക്ലിയർ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഞാനിവിടുന്ന് കുറേ നേരം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി തിരിച്ചുപോയി. ഞാൻ ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുന്നത് ഡിസംബർ 2-ാം തീയതി 2023 ഡിസംബർ 2-ാം തീയതി ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുക. 1 മണിക്കൂർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ 1 മണിക്കൂർ മുമ്പ് ആ ടെസ്റ്റിന് റിപ്പോർട്ട് വന്ന് നെഗറ്റീവാന്ന് പറഞ്ഞുകൊണ്ട്. ഇൻ കേസ് അത് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ആ പോക്ക് നടക്കത്തില്ല എന്ന്. പോയാൽ പോലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചു. കാരണം 3 months വാലിഡിറ്റി ഉള്ള 3 monthsനുള്ള ഉള്ളിലുള്ള റിപ്പോർട്ട് വേണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അത് പാസ്സായി. അത് ദൈവകൃപയാൽ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ ആ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, അവിടെ ചെന്നാലും ചിലപ്പോൾ തിരിച്ചു പോരേണ്ടി വരും എന്നുള്ളൊരവസ്ഥയാണെന്ന് ആണ് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ആദ്യമൊക്കെ ഭയങ്കര സ്ട്രഗിളായിരുന്നു. ഇവർ പറയുന്ന ലാംഗ്വേജ് ഒന്നും മനസ്സിലാവുന്നില്ല.
ജോലി ഭയങ്കര കട്ടിയാണ്. പക്ഷേ നമ്മൾ ചെന്ന് പെട്ട സ്ഥലം എന്ന് പറയുന്നത് ദൈവകൃപയാൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമ്മൾ എന്നാ കൂടെ കൊണ്ടു നടക്കുമായിരുന്നു. ശരിക്കും മാതാവ് നമുക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരാളെ അവിടെ ആക്കി വെച്ചേക്കുമായിരുന്നു. ഈവൻ ഞാൻ ചെന്നിട്ട് ആകെ മാസങ്ങളേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും എൻ്റെ സെക്കൻഡ് ഇൻചാർജ്, നിനക്ക് ഈ ഡ്യൂട്ടി മതിയോ, നിനക്ക് ഈ ഡ്യൂട്ടി ഓക്കെ ആണോ? കാരണം ഞാൻ ആകെ ഒറ്റ കാര്യം അവിടെ റിക്വസ്റ്റ് ചെയ്തുള്ളൂ, എനിക്ക് രാവിലെ പള്ളിയിൽ പോകണം, അതുകൊണ്ട് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി തരാമോ? അത് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഏത് ഡ്യൂട്ടിയും ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു. അവരെ ഡ്യൂട്ടി ഇടുമ്പോൾ എന്നോട് മെസ്സേജ് അയക്കും, നീ ഇത് നോക്കിക്കേ, ഈ ഡ്യൂട്ടി നിനക്ക് ഓക്കെയാണ്, ഈ ദിവസങ്ങളിൽ നിനക്ക് ഡ്യൂട്ടിക്ക് വരാൻ പറ്റുമോ, നിനക്ക് പള്ളിയിൽ പോകാതിരിക്കാതിരിക്കാൻ നീ ഒരിക്കലും പള്ളിയിൽ മുടങ്ങരുതെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഇൻചാർജ് അങ്ങനെ ചെയ്യുമായിരുന്നു. അത്രയും ഇങ്ങനെ എൻ്റെ കൂടെ നടക്കുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു. എനിക്ക് വേണ്ടി തന്നെ എല്ലാം റെഡിയാക്കി തരുന്ന പോലെ മാതാവ് എനിക്ക് വേണ്ടി തന്നെ എല്ലാം റെഡിയാക്കി തരുമായിരുന്നു. അടുത്തൊരു കടമ ഉണ്ടായിരുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റായിരുന്നു. അവിടെ ഡ്രൈവിംഗ് ഇല്ലാതെ വലിയ പാടാണ്. ഓസ്ട്രേലിയൻ ലൈസൻസ് മാതാവിൻ്റെ പ്രത്യേക കൃപയാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടായാലും ഒരു പുതിയ വണ്ടിയാണ്, നമുക്ക് സഹായിക്കാനില്ല, ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഒന്നും ആരുമില്ല കൂടെ, വേറെ ബന്ധുക്കളും ആരുമില്ല നമ്മളെ സഹായിക്കാനായിട്ട്. അവിടെ വർക്ക് ചെയ്യുന്നൊരു കൊച്ചിൻ്റെ ഹസ്ബൻഡും ആ കൊച്ചും കൂടെ ഇങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, ചേച്ചി ഞാൻ വരാം, 2 ദിവസം ഞാൻ ചേച്ചിനെ കൊണ്ട് ഓടിപ്പിക്കാം എന്ന് വേണ്ട അവർ തന്നെ എന്നെ കൊണ്ട് നടന്ന് ഹോസ്പിറ്റലും, അത്യാവശ്യം വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ ഒരു 5 മിനിറ്റേ ഉള്ളാകെ, ആ 5 മിനിറ്റ് ഡ്രൈവ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന് ആ ലോക്കൽ റോഡിൽ കൂടെയൊക്കെ ഓടിപ്പിച്ച്. ശരിക്കും ഞാൻ മനസ്സിലാഗ്രഹിക്കുമ്പോൾ മാതാവ് എനിക്ക് വേണ്ടി ഒരാളെ കൊണ്ടുവന്ന് തന്നെ പോലെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നു, ജോലിയൊക്കെ ഒരുമാതിരി സെറ്റിലാവുന്നു, നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ PR ആയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് നോമിനേഷൻ തരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് PR കിട്ടും, അല്ലെങ്കിൽ PR കിട്ടാൻ നല്ല താമസം നമ്മൾ സെൽഫായിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ. എന്നിട്ട് സാധാരണ അവർ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നത് 1 വർഷം കഴിഞ്ഞേ കൊടുക്കത്തുള്ളൂ. എനിക്കറിയാൻ പാടില്ല അതെങ്ങനെ. ഒരു ജൂൺ ജൂലൈ ആയപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഒരു ഏപ്രിൽ നാട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പിള്ളേരെയും ഞാനും എല്ലാവരും കൂടി നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഏപ്രിലിൽ നാട്ടിൽ വരുന്നില്ല, നിങ്ങൾ പറ്റുമെങ്കിൽ എനിക്ക് ഒക്ടോബറിൽ ഒരു ടിക്കറ്റ് എടുത്തുക, ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പുള്ളി അപ്പോൾ തന്നെ ടിക്കറ്റ് നോക്കിയിട്ടുണ്ട് $700 ആവും, അപ്പം കുഴപ്പമില്ല ഇപ്പം തന്നെ ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം തന്നെ പുള്ളി അത് ബുക്ക് ചെയ്യുകയും ചെയ്തു. ഞാൻ ബുക്ക് ചെയ്തതിന് ശേഷമാണ് ലീവിന് അപ്ലൈ ചെയ്തപ്പോൾ പുള്ളി അവിടുത്തെ ഇൻചാർജ് പറഞ്ഞു, അതിനെന്താ നീ എടുത്തോന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആകെ വരുന്നത് 10 ദിവസത്തേക്കാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ഇതിൻ്റെ 10 ദിവസത്തേക്ക് എടുക്കാൻ നിനക്കെന്താ 1 മാസം എടുത്തുകൂടെ, 1 വർഷം ആവുമല്ലേ വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് 10 ദിവസത്തേക്ക് മതി, ഞാനൊരു പ്രയറിന് വേണ്ടി പോകാൻ താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് വരാനായിട്ട് ഒരു 3 ദിവസം മുമ്പ് റാലിയുടെ 3 ദിവസം മുമ്പാണ് ഇങ്ങോട്ട് വന്നത്. അതിനൊരു 2 ദിവസം മുമ്പ് PR-ൻ്റെ നോമിനേഷൻ പേപ്പർ അവരവിടെ നിന്ന് തരുക. ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ നിന്ന് 1 വർഷത്തിന് മുമ്പ് PR-ൻ്റെ നോമിനേഷൻ കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടുണ്ടായിരിക്കണ സംഭവം. ഡിസംബറിലാകുമ്പോൾ എനിക്ക് ഇതാവത്തുള്ളൂ, 1 വർഷം ആവത്തേ ഉള്ളായിരുന്നു. അപ്പം ഒരു നോമിനേഷൻ പേപ്പർ വന്നു. നോമിനേഷൻ പേപ്പർ വന്നാൽ അടുത്തത് മെഡിക്കൽ ചെയ്യാന്നുള്ളതാണ്. മെഡിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അധികം കാര്യം എന്നുണ്ടെങ്കിൽ ഒരു തവണ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്നതാണ്. ഇനി അത് ഈ പോസിറ്റീവ് PR-ൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിജക്ഷനാണ്. എനിവേ നമ്മൾ ഇവിടെ വന്നു. ഞാൻ അതും മാതാവിൻ്റെ ഒരു കൃപയാന്ന് നോക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ നാട്ടില്ല, ഹസ്ബൻഡ് കുവൈറ്റിലാണ്. ഹസ്ബൻഡ് കുവൈറ്റിൽ നിന്ന് വന്നു, കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് മെഡിക്കൽ ചെയ്യണമെങ്കിൽ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിവിടെ വന്ന് അഖണ്ഡ ജപമാല റാലി ശനിയാഴ്ച കഴിഞ്ഞു. ഞായറാഴ്ച രാത്രി ഞങ്ങൾ ട്രിവാൻഡ്രം കിംസിലേക്ക് പോവാം മെഡിക്കൽ ചെയ്യാനായിട്ട്. അതിനു മുമ്പ് നേരത്തെ കിട്ടിയിരുന്നെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ രണ്ടാമതും പിന്നെയും വരേണ്ടി വന്നാനേ, അല്ലെങ്കിൽ അതിന് ശേഷമാണെങ്കിലും പിന്നെയും വരേണ്ടി വന്നാനേ. കാരണം കുഞ്ഞുങ്ങൾക്ക് മെഡിക്കൽ ചെയ്യാനായിട്ട് മെയിൻ ആപ്ലിക്കൻ്റ് കൂടെ വേണം. അങ്ങനെ മെഡിക്കൽ ചെയ്തു. ഞാൻ തിരിച്ചു പോയി 2 ആഴ്ച കഴിഞ്ഞപ്പം എൻ്റെ PR ഗ്രാൻഡായി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു മിറാക്കിൾ തന്നെയാണ്. മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് തന്നെ അത് സംഭവിച്ചു. ഒരു കാരണവശാലും അല്ലാതെ അങ്ങനെ കിട്ടത്തില്ല.
എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത ആൾക്ക് വരെ പിന്നെയും ഡോക്യുമെൻറ്റ്സ് ചോദിച്ചു, അത് ചോദിച്ചു, ഇത് ചോദിച്ച് 1.5 മാസം കഴിഞ്ഞിട്ട് അവർക്ക് PR കിട്ടി. അങ്ങനെ അതും ശരിയായി. പിന്നെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു ഷെയർഡ് അക്കോമഡേഷനിലായിരുന്നു, ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവർ ഫാമിലി വരുന്നതിനപ്പുറം ഒരു വീട് വാടകയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അപ്പം നമ്മൾ നോക്കി വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വീടിന് നമ്മൾ ഒരു മാസം വാടക കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഹോം ലോൺ അടയ്ക്കേണ്ടതാണ്. കാരണം ആ ഒരു എമൗണ്ട് ആവും നമ്മൾ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഒരു വീട് നോക്കുമ്പോൾ. അങ്ങനെ നോക്കി നടന്ന് ഒരു 3 മാസത്തിനുള്ളിൽ മാതാവിൻ്റെ കൃപ കൊണ്ട് ഓസ്ട്രേലിയയിൽ ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാനൊത്തു. അത് വീടെന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും പ്രത്യേകത അതിൻ്റെ നമ്പർ 7 ആ വീടിൻ്റെ നമ്പർ. അത് മാതാവിൻ്റെ ആ വീടിൻ്റെ നമ്പർ കണ്ടപ്പോൾ പോലെ എൻ്റെ ഉള്ളിലുള്ളത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമാണ്. മാതാവ് ഇത് എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ കാണാൻ പോയപ്പോൾ തന്നെ ഞാൻ ആ വീടിൻ്റെ സൈഡിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടിട്ടാണ് പോയത്. ആദ്യം വിലയൊക്കെ ഒത്തിരി പ്രശ്നമുണ്ടായിരുന്നു. അവർ പറയുന്ന വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാനൊന്നും ഒക്കത്തില്ലായിരുന്നു. ഒറ്റ ആളുടെ ഇൻകമുള്ള നമുക്ക് ഇത്രയ്ക്ക് ലോൺ കിട്ടത്തുള്ളൂ. പക്ഷേ ആ അവസാന നിമിഷമായപ്പോഴത്തേനും അവർ നമ്മൾ പറഞ്ഞ വിലയ്ക്ക് അവരൊക്കെയും ചെയ്തു, എല്ലാം റെഡിയായി. മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ എൻ്റെ കുടുംബം വരുന്നതിനിപ്പം തന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടായി. ഇപ്പം എൻ്റെ കുടുംബം ഓസ്ട്രേലിയയിലുണ്ട്. ഞാനിപ്പോൾ ഒരു 5 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ജപമാല റാലി പങ്കെടുക്കാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി വന്നേക്കുക. ഞങ്ങൾ വ്യാഴാഴ്ച വന്ന് ഈ ചൊവ്വാഴ്ച നാളെ തിരിച്ചു പോകും. മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരാതെ അതുപോലെ അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ 45:2 പറയണ പോലെ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും മുൻപേ കണ്ട് ഇത് നിനക്ക് വരാനുണ്ട്, ഇത് നിനക്ക് വേണം എന്നുള്ള രീതിയിൽ എല്ലാം മുൻപേ റെഡിയായി എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കില്ല, അതുപോലെ നന്ദിയാണ്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പത്രം വാങ്ങി കൊടുക്കുമായിരുന്നു. ഇവിടെ പോകുമ്പോഴും ഇംഗ്ലീഷ് പത്രം വാങ്ങിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ ഇതെന്താണെന്ന് ചോദിക്കുമായിരുന്നു അന്നേരം അവിടെയുള്ളവർ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ മരിയൻ കമണൻ്റാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ അങ്ങനെ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ഇതെവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെ രോഗികളെ കാണാൻ പോവുകയും ഓർഫനേജിൽ പോയി സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. ഇപ്പം നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ഇതുപോലെ സാമ്പത്തികമായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ കിഡ്നി പേഷ്യൻസിനും ഡയാലിസിസിനും ഒക്കെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനും ഒക്കെ നമ്മൾ സഹായം ചെയ്തു കൊടുക്കും. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള സഹായങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ അതിനേക്കാൾ കൂടുതൽ എല്ലാ ദിവസവും പ്രാർത്ഥനയിലും മാതാവിൻ്റെ പ്രത്യേകതയുണ്ട്. ഒറ്റ ദിവസം പോലും കുർബാന മുടക്കാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റും. എവിടെയെങ്കിലും ഒരു പള്ളിയിൽ എങ്ങനെയെങ്കിലും ഓടി എത്തും കുർബാന മുടക്കാതെ. കുമ്പസാര മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാനും അതുപോലെ തന്നെ സുവിശേഷം വായിക്കാനും ഒക്കെ ഉള്ളൊരു പ്രത്യേക അനുഗ്രഹം ഉണ്ടായി. എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനം കൂടെയും സാധിക്കുന്ന സമയത്തൊക്കെ ചൊവ്വാഴ്ചകളിൽ തന്നെ കൂടും, അല്ലെങ്കിൽ ആ ആഴ്ചയിൽ തന്നെ എങ്ങനെയെങ്കിലും ആ ധ്യാനം കൂടും. കാരണം ഡ്യൂട്ടിയുടെ സമയം അനുസരിച്ച് അന്ന് ചിലപ്പോൾ കൂടാൻ പറ്റിയെങ്കിലും വേറെ ആ ആഴ്ചയിൽ തന്നെ ആ ധ്യാനം കൂടുകയും അത് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അത് ഷെയർ ചെയ്യുകയും അതുപോലെ ഒത്തിരി പേര് എന്നെ വിശ്വാസത്തിൽ വളർത്താനായിട്ടും സാധിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കണ്ടോ ആ കൊച്ചിനെ കണ്ടോ, നമ്മളോട് മറ്റുള്ളവരിങ്ങനെ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒന്നും പ്രത്യേകമായിട്ട് ചെയ്തിട്ടില്ല. നമ്മൾ അറിയില്ല എന്താ അവർക്ക് ഫീൽ ചെയ്യുന്നെന്നുള്ള കാര്യം. പക്ഷേ പ്രാർത്ഥനയിൽ ഒരുപാട് വളരാനായിട്ടും ആത്മീയമായിട്ട് വളരാനായിട്ടും ഒത്തിരി വ്യത്യാസം വന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.